ഇത് പഴുത്തിട്ടില്ല. പഴുത്തൊന്നും നോക്കണ്ട. അതാ ഇന്നലെ വന്നിരുന്നല്ലേ? Hi bro. Hi. You're from where? നല്ല പ്യൂർ ആയിട്ടുള്ള അടിപൊളി അടിപൊളിയല്ലേ? എന്താ സീത, ഇതിന്റെ പേരെന്താ? പാഷൻ ഫ്രൂട്ട്. മുള്ളാത്തല്ലേ? കണ്ടിതാ, ഇത് പാഷൻ ഫ്രൂട്ട് കേട്ടോ. ഇത് നമ്മളെ സീതാപ്പഴം, നമ്മുടെ നാട്ടിലുള്ള മുള്ളാത്തന്നൊക്കെ പറയും. ഇതുണ്ടോ? ഇത് കഴിച്ചു നോക്കിയാൽ, കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ഞാൻ കഴിച്ചിട്ടെ, ഇത് കഴിച്ചു നോക്കാം. ഇത് പിന്നെ പാഷൻ ഫ്രൂട്ട് കേട്ടോ. കാന്തല്ലൂർ മാത്രം സ്പെഷ്യലായിട്ട് കിട്ടുന്നത് നമ്മുടെ നാട്ടിലുള്ള പുളിപ്പുള്ള സാധനമല്ല ഇത്. സ്വീറ്റാണ്, തേനൂറും അല്ലേ? കഴിച്ചിട്ട് എന്താ അഭിപ്രായം പാഷൻ ഫ്രൂട്ടിൻ്റെ? സൂപ്പർ. ചെറുതാണ് കേട്ടോ, വലുതുണ്ട്, വലിയ മുള്ളാത്തൊക്കെ ഉണ്ടോ. അത് ഭയങ്കര ടേസ്റ്റാണ്. ഫ്രിഡ്ജിൽ വെച്ച പോലെ സാധനം കഴിച്ചോ. ഇത് പെരുമല എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ 2 റോഡായിട്ട് പിരിയും. ഈ റോഡ് ഇങ്ങോട്ടേക്ക് പോണത് പെരുമല എന്ന് പറയുന്ന സ്ഥലം, അതായത് പെരുമലയിൽ നിന്ന് ലെഫ്റ്റ് പോണത് ചോല റോഡാണ്. നേരെ വട്ടവട
അതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന റോഡാണ് ഈ പറയുന്നത്. പിന്നെ ഉള്ളത് ഇങ്ങോട്ടേക്കുള്ള റോഡാട്ടോ. ഈ റോഡ് ഇങ്ങനെ പോകുന്നത് ഒരു ഗ്രാമത്തിനകത്തേക്കാണ്. ഫുള്ള് പച്ചക്കറി കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഭാഗത്ത്. പെരുമല ഗ്രാമം എന്ന് പറയും. ഇത് മണിയേട്ടൻ്റെ ഫ്രൂട്ട്സ് കട. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ഫ്രൂട്ട്സും കിട്ടും കേട്ടോ, കുറഞ്ഞ് കിട്ടും. രാവിലെ ആയതുകൊണ്ട് കട തുറന്നിട്ടില്ല. കട തുറന്നിട്ടില്ല. മണിയേട്ടാ, എന്തൊക്കെ ഫ്രൂട്ട്സ് ഇല്ല, എന്ത് തുറക്കാതിരുന്നേ? ഇവിടെയൊക്കെ പാഷൻ ഫ്രൂട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇരുട്ടാണ്, കാണുന്നില്ല. ബാബുക്ക എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പിന്നെ ഫ്രൂട്ട്സ് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. അടിപൊളിയല്ലേ? സൂപ്പർ അല്ലേ? പിന്നെ ഇതിനെന്താ ഇവിടുത്തെ പേര് പറയില്ല ഇതിന്? അല്ലല്ലോ, വേറെ ഒന്നും പറഞ്ഞല്ലോ. ചക്കപ്പഴം എന്താ? അത് സീതാപ്പഴം, അത് വേറെ സീതാപ്പഴം. സമയം ഇപ്പൊ ഏകദേശം എത്ര? 7:40 ആയല്ലേ? നമുക്ക് ആദ്യം ഒരു വെള്ളച്ചാട്ടത്തിന് പോവാം. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഭ്രമരം ഷൂട്ടിംഗ് പോയിന്റ് ഉണ്ട്, അവിടെ പോവാം. അത് കഴിഞ്ഞ് വേറൊരു ഇറച്ചിപ്പാറ വാട്ടർഫോൾ, കുറച്ച് തോട്ടങ്ങൾ, അങ്ങനെ മൊത്തത്തിലൊന്ന് കവർ ചെയ്യാം കേട്ടോ. വില്ലേജിന്റെ പേരെന്താന്ന്? വില്ലേജ് ഇവിടെ ഫുള്ള് വില്ലേജുകളാണ്. 5 ഗ്രാമങ്ങൾ കൂടിയിട്ടുള്ള നാടാണ്. അഞ്ചുനാട് എന്നാണ് ഈ നാടിന്റെ പേര്, പഴയ പേര്. അപ്പോൾ കാന്തല്ലൂർ വില്ലേജ് ഉണ്ട്, പെരുമല വില്ലേജ് ഉണ്ട്, പുത്തൂർ വില്ലേജ് ഉണ്ട്, അങ്ങനെ കുറെ വില്ലേജ് ഉണ്ട്. ഇവിടെ പഴയതുപോലെ അല്ല. ഇന്ന് ഈ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ബാർട്ടർ സിസ്റ്റം ഒക്കെ നിലവിലുള്ള ഒരേ ഒരു സ്ഥലം ഇത് തന്നെയാണ് തോന്നുന്നത്. പുത്തൂർ ഗ്രാമത്തിനകത്ത് ബാർട്ടർ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ ടൗണാണ് കേട്ടോ കാന്തല്ലൂർ. വലിയ ടൗണൊന്നുമല്ല. ടൂറിസ്റ്റ് ആർ നോട്ട് അലൗഡ്. ഇത് ട്രൈബൽ കോളനി കേട്ടോ. ഇവിടെ നമുക്ക് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇതിനകത്തോട്ട് ടൂറിസ്റ്റുകളെ അലൗഡ് ചെയ്യിക്കില്ല. നേരെ താഴത്തോട്ട് അവർ കാണുന്നുണ്ട് ആ റോഡ്. നമ്മൾ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ഹട്ട്, അതുപോലെ തന്നെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ. ഭ്രമരം ക്ലൈമാക്സ് സീനൊക്കെ എടുത്ത് അവിടെ നിന്നാണ്. ഭ്രമരം എന്ന് പറഞ്ഞ ഫിലിം. കൂടാതെ നമ്മളെ കഴുക് 2 ഉണ്ടല്ലോ, ഒരു തമിഴ് ഫിലിം, അതും ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. ഓക്കെ,
ആ ഇതാണ് ഈ പുൽത്തൈലത്തിൻ്റെ അടുത്ത്. ഇതാണ് പുൽത്തൈലം വാട്ടുന്ന പുല്ലിടൽ, ലെമൺ ഗ്രാസ് എന്ന് പറയും. സൂപ്പറാണ് അല്ലേ? ഇതൊക്കെ മുതുവാന്മാരുടെ സംഭവങ്ങൾ കേട്ടോ. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നെല്ലിക്ക, പേരക്ക, പുൽത്തൈലം. ഇതിനകത്ത് പുൽത്തൈലം 100 രൂപ 120 രൂപ അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കുന്നത്. ഇതിലാണ് പുൽത്തൈലം പാറ്റുന്നത്. പുൽത്തൈലം ഇതിലാണ് പുൽത്തൈലം പാറ്റുക. ഓക്കെ. ഇതിനകത്ത് പുൽത്തൈലം ഇടും. ഇതിനകത്തൂടെ ഇതായിട്ട് അപ്പുറം സൈഡിലേക്ക് ചെറിയ ബോക്സിലേക്ക് വരും. ഇതാണ് ഇതിന്റെ ഓണർ കേട്ടോ, പളനിസ്വാമിയാണ്. പളനിസ്വാമി. ഓക്കെ. എങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം വരുന്നത് വാറ്റുന്നത്? ഇതിവിടെ തീ കത്തിക്കും. ആ ആ. പിന്നെ ഇവിടെ വെള്ളം പുല്ലുകളെല്ലാം ഇതിലിടും. ഓക്കെ. അത് വെള്ളം ഒളിച്ചിട്ട് ആദ്യം ചൂടായിട്ട് വെള്ളം ഒളിച്ചിട്ട് പിന്നെ അത് ഒരു അടി വെള്ളം ഒളിച്ചിട്ട് പിന്നെ പുല്ലിട്ട് നിറയ്ക്കും. ഇതിലാണ് ഈ വെള്ളത്തിന്റെ ഉള്ളിലാണ് ബോക്സ് ഉണ്ടാവല്ലേ? തണുക്കാൻ വേണ്ടിട്ട്. ഓക്കെ ഓക്കെ. ഇവിടെ തീയിട്ട് കഴിഞ്ഞാൽ ആ കുളര പഴുത്ത് അത് ചൂടാകും. ഇവിടെ വെള്ളം ഒഴിച്ചിട്ട് പുല്ലിട്ട് നിറച്ചിട്ട് പിന്നെ വീണ്ടും അടച്ചു വെക്കുന്നത്. അത് ഓയിൽ പറഞ്ഞ താഴെയാണ്. താഴെ കാണോ? എവിടെയാണ്? ഇതെന്ത് വെള്ളത്തില് അത് വെള്ളം തണുക്കാനല്ലേ ചെയ്തോണ്ടിരിക്കണ്ടല്ലോ. ഇവിടെയാണ് അവിടെ തൈര് എടുക്കുന്നത്. ഇങ്ങനെ ഇവിടെ വെള്ളം താഴെ ഓടി കിട്ടിക്കും, പിന്നെ തൈല മുകളിൽ നിൽക്കും. നിങ്ങളെ വടിച്ചെടുക്കും. മണ്ണുണ്ടെന്ന് നോക്കി ഇത്തിരി നാളായി. ഓ ഭയങ്കര സ്മെല്ല്. അങ്ങനെ കണ്ടോ തൈലം ഉണ്ടാകും. എങ്ങനെയുണ്ട് പുൽത്തൈലം? അടിപൊളി അടിപൊളി.
shining bright like a shadow.